ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഭഗവാനെ ഒന്നെടുത്ത് ഓമനിക്കാൻ തോന്നാത്ത ഏതൊരു അമ്മയാണ് ഉള്ളത് അല്ലേ? എത്ര മക്കളെ എടുത്ത് ഓമനിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃഷ്ണനെ കാണുമ്പോൾ എല്ലാവരുടെയും മാതൃഹൃദയം എന്താണ്, ഒന്ന് തുടിക്കാറുണ്ട് അല്ലേ? അതുപോലത്തെ ഒരു മകനെ ആഗ്രഹിക്കാറുണ്ട്, ഒന്ന് എടുക്കാൻ തോന്നാറുണ്ട്. കൂടുതലും കൃഷ്ണ ഭഗവാനെ എല്ലാവരും കുഞ്ഞു ഓമനയായിട്ടാണ് ലാളിക്കുന്നത്. വേറെ ഭാവങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഭഗവാന്റെ ആ ഒരു മനോഹരമായ കുഞ്ഞുണ്ണി രൂപം തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ആ മനോഹര രൂപം കൈകൊണ്ട് സ്പർശിക്കാനും ഭഗവാന് പാലൂട്ടാനും ഭാഗ്യം സിദ്ധിച്ച പൂതന എന്ന രാക്ഷസിയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പൂതനയ്ക്ക് മഹാഭാഗ്യമാണ് ഭഗവാൻ കൊടുത്തത് അല്ലേ? ഭഗവാന്റെ മനോഹര രൂപം കയ്യിലെടുത്ത് തൻ്റെ മാറിടത്തിൽ നിന്ന് പാലൂട്ടാനുള്ള മഹാസൗഭാഗ്യം പൂതനയ്ക്ക് ഭഗവാൻ കൊടുത്തു. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പൂതന എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മം മഹാബലിയുടെ പുത്രിയായ രത്നമാലയായിരുന്നു. അത് മാത്രമല്ല, പൂതനയെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്, പൂർവജന്മ കഥകളുണ്ട്. അതില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഈ പറയുന്നത്. മഹാബലിയുടെ കഥകൾ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല, പൂതനയെ കുറിച്ച് പറയാട്ടോ. അങ്ങനെ മഹാബലി യാഗം നടത്തി. മഹാബലി തമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രഹ്ലാദന്റെ പൗത്രനാണ്. അതുകൊണ്ട് തന്നെ അച്ഛനെയും മുത്തച്ഛനെയും പോലെ നല്ലൊരു വ്യക്തിയായിരുന്നു മഹാബലി തമ്പുരാൻ. എന്ത് ആര് ചോദിച്ചാലും സന്തോഷത്തോടെ ദാനം ചെയ്യുന്ന ഒരു മഹത് വ്യക്തി. അങ്ങനെ യാഗഭൂമിയില് നമ്മുടെ വാമന അവതാരം എടുത്ത മഹാവിഷ്ണു ഭഗവാൻ കടന്നു വന്നു. മഹാവിഷ്ണുവിന്റെ വാമന അവതാരം കണ്ട എല്ലാവരും ആ കോമള രൂപത്തില് മതിമറന്നു നിന്നു. അവിടെ ഉണ്ടായിരുന്ന രത്നമാല, മഹാബലിയുടെ പുത്രി, ഭഗവാനെ കണ്ടതും വാമനാവതാരത്തിൽ ഭഗവാനെ കണ്ടതും ഏതൊരു അമ്മയും പോലെ ആഗ്രഹിച്ചു, എനിക്കും ഇതുപോലെ ഒരു പുത്രനെ കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ഇവനെ പാലൂട്ടാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിലെന്ന് ആ ഒരു മഹതി ഓർത്തു, രത്നമാല ഓർത്തു. അങ്ങനെയാണ് പിന്നെയുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. വാമനൻ മലയോളം വളർന്ന് എന്ത് ചെയ്തു? മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അപ്പോൾ ആ കഥകളിൽ എല്ലാവർക്കും അറിയാലോ അല്ലെ? തന്റെ അച്ഛനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ആ രൂപത്തിനെ കണ്ടതും രത്നമാലയുടെ മനസ്സങ്ങ് മാറി. ഇത്ര ക്രൂരനായ ഇവനെ എനിക്ക് കൊല്ലാൻ കഴിഞ്ഞെങ്കിലെന്ന് രത്നമാല മനസ്സിൽ വിചാരിച്ചു. ഇതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ടല്ലോ അല്ലെ? തന്നെ പാലൂട്ടാൻ ആഗ്രഹിച്ചതും തന്നെ കൊല്ലാൻ ആഗ്രഹിച്ചതും എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. ഒരേ സമയം തന്നെ രത്നമാല എന്ത് ചെയ്തു? രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന് സൽപ്രവൃത്തിയും ഒന്ന് ദുഷ്പ്രവൃത്തിയും ചിന്തിച്ചു അല്ലെ? മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലും എന്താണ്? പാപമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ കൊല്ലാൻ ആഗ്രഹിച്ച രത്നമാലയ്ക്ക് പാപവും ലഭിച്ചു. ഏതൊരു പുത്രിയാണെങ്കിൽ പോലും ആഗ്രഹിക്കില്ലേ? സ്വന്തം അച്ഛനെ വധിക്കുന്ന ആരെയും ഒരാൾക്ക് ശത്രുവായിട്ടേ കാണാൻ കഴിയും. ആ കാര്യത്തിൽ രത്നമാലയെ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. എന്നാലും പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ കൊല്ലാൻ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ രത്നമാല പുനർജനിച്ചു പൂതനയായിട്ട്. ആ സമയത്ത് ആ കോമള രൂപനെ പൂതനയ്ക്ക് എന്ത് ചെയ്തു? പാലൂട്ടം കഴിഞ്ഞു. മഹാഭാഗ്യമല്ലേ? ഒരു നിമിഷം ഭഗവാനെ ഒന്ന് എടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ, പാലൂട്ടാൻ ആഗ്രഹിച്ചപ്പോൾ എന്താണ് ഭഗവാൻ കൊടുത്തത്? ഒരു ജന്മ പുണ്യമാണ് ഭഗവാൻ പൂതനയ്ക്ക് കൊടുത്തത്. അത് മാത്രമല്ല, വേറൊരു കഥയുണ്ട് കേട്ടോ. പൂതന കംസന്റെ വളർത്തമ്മയായിരുന്നു എന്നൊരു കഥയും കൂടിയുണ്ട്. അപ്പോൾ തൻ്റെ പുത്രനെ ദ്രോഹിക്കാൻ, വധിക്കാനായിട്ട് ജനിച്ച കൃഷ്ണനെ കൊല്ലാനായിട്ടാണ് പൂതന വൃന്ദാവനത്തിലേക്ക് യാത്ര പോയതെന്നും അറിയപ്പെടുന്നു. കാരണം ഭഗവാന് പൂതനയുടെ കഴിഞ്ഞ ജന്മത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമായിരുന്നു, തന്നെ പാലൂട്ടണമെന്നുള്ള ആഗ്രഹം. അത് പൂതനയ്ക്ക് ഭഗവാൻ സാധിച്ചു കൊടുത്തു. മാത്രമല്ല, പൂതനയ്ക്ക് സ്വർഗത്തിലുള്ള സ്ഥാനം അറിയോ? യശോദാമ്മയുടെ അടുത്ത സ്ഥാനമാണ് പൂതനയ്ക്കും ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഭഗവാന് പാലൂട്ടി, അതിലൂടെ ഭഗവാൻ എന്ത് ചെയ്തു? പൂതനയെ നിഗ്രഹിച്ചില്ലേ? അപ്പോഴും പൂതന ചെയ്ത എല്ലാ പാവങ്ങളും എന്ത് ചെയ്തു? തീർന്നു. അതുകൊണ്ട് തന്നെ സ്വർഗത്ത് യശോദ അമ്മയുടെ സ്ഥാനം, യശോദ അമ്മ വളർത്തമ്മയല്ലേ, അതുപോലെ പൂതനയും കണ്ണൻ വളർത്തമ്മയുടെ സ്ഥാനത്താണ് സ്വർഗത്ത് നിയോഗിച്ചിരിക്കുന്നത്.
അങ്ങനെ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പോകുന്നു ഒരുപാട്, അല്ലെ? കേൾക്കുമ്പോൾ തന്നെ എന്താണ്, മനസ്സ് കുളിരുകയാണ് ഭഗവാന്റെ കാര്യങ്ങള്. പൂതനയായി നമ്മൾ ഇത്രയും കാലം എന്താണ് കരുതിയിരുന്നത്? പൂതന എത്ര ക്രൂരയാണ്, അല്ലെ? ഇത്രയും കോമള രൂപനായ ഭഗവാനെ വധിക്കാൻ ശ്രമിച്ചില്ലേ എന്നല്ലേ? പക്ഷേ ഭഗവാനാണ് പൂതനയ്ക്ക് ആ ഒരു അവസരം നൽകിയത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും, നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും എല്ലാം ഭഗവാനാണ് നമുക്കതെല്ലാം തരുന്നത്. അത് സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മളെ വിട്ട് പോകില്ല. കർമ്മഫലം ചെയ്തു തീർത്തിട്ട് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ശരീരം വിട്ടു പോകാൻ കഴിയുള്ളൂ. ഈ ശരീരം വിട്ടു പോയാലും പുണ്യഫലത്തിന്റെയും പാവഫലത്തിന്റെയും ഫലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പുനർജനിക്കേണ്ടി വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്താലും, നല്ല കാര്യങ്ങൾ ചെയ്താലും, ജീവിതത്തിൽ എന്ത് ചെയ്താലും സർവം ശ്രീ ശങ്കരനാരായണാർപ്പണമസ്തു, അല്ലെങ്കിൽ സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പാവഫലങ്ങളും കാണില്ല, പുണ്യഫലങ്ങളും കാണില്ല. നമ്മുടെ ആത്മാവ് ഭഗവാനിലേക്ക് ലയിക്കുന്നു എന്നാണ് വിശ്വാസം. മനസ്സുകൊണ്ട് പോലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അത് നല്ല കാര്യങ്ങളാണെങ്കിലും മോശമാണെങ്കിലും ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളതിന് വലിയൊരു തെളിവാണ് പൂതനയുടെ ഒരു കഥ. നമ്മളെല്ലാവരും മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും, അല്ലേ? പക്ഷേ അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. ഒരിക്കൽ തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് വഴി മാറി സഞ്ചരിക്കാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു മനസ്സാണ് നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം. ഭഗവാൻ കൈപിടിച്ച് നിൽക്കുന്ന ഒരാളും തന്നെ ഒരിക്കലും തെറ്റുകളിലേക്ക് കടന്നു പോകില്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു, സർവം ശ്രീ ശങ്കരനാരായണാർപ്പണമസ്തു എന്ന് പറഞ്ഞ് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.